CBSE 10ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിൽ ചരിത്ര നേട്ടവുമായി ചേർത്തല KE കാർമൽ CMI സ്കൂൾ. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച മന്ത്രി പി പ്രസാദ്. ഈ വർഷത്തെ CBSE 10ാം ക്ലാസ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ചേർത്തല KE കാർമൽ CMI സ്കൂൾ ചരിത്ര നേട്ടമാണ് കൈവരിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഈ നേട്ടത്തിന് നേതൃത്വം നൽകിയ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സാംജി വടക്കേടം CMIക്ക് മന്ത്രി സ്നേഹോപഹാരം നൽകി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി മന്ത്രി എത്തിയത് ഈ വിജയത്തിന് ഇരട്ടത്തിളക്കമേകിയെന്ന് പ്രിൻസിപ്പൽ ഫാദർ സാംജി വടക്കേടം CMI പറഞ്ഞു. സ്കൂൾ മാനേജർ ഫാദർ പോൾ തുണ്ടുപറമ്പിൽ CMI, പഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ മോഹൻ, വാർഡ് മെമ്പർ സുനീഷ് ഷാജി, മീഡിയ കോർഡിനേറ്റർ സന്തോഷ് ഷൺമുഖൻ തുടങ്ങിയവർ പങ്കെടുത്തു. എൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു. കുര്യാക്കോസ് ചാവറ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നുള്ളത് ഞങ്ങളുടെ നാടിനോട് ചേർന്ന് നിൽക്കുന്നു, എല്ലാവരുടെയും ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. വിദ്യാഭ്യാസത്തിൻ്റെയും ആതുര ശുശ്രൂഷയും കാര്യത്തിൽ ഈ മനുഷ്യൻ കാട്ടിയ പ്രത്യേകതയും താല്പര്യവുമാണ് ഒരു ആശുപത്രിയും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും വിദ്യാർത്ഥി കാലത്ത് തന്നെ എൻ്റെ മനസ്സിലേക്കും കടന്നു വരാൻ ഇടയായത്. അതെനിക്ക് രണ്ട് സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഞാൻ അടുത്ത് ബന്ധപ്പെട്ടതിൻ്റെ കഥകൾ ഞാൻ പറഞ്ഞു. KC എന്ന ആശുപത്രിയിൽ രോഗവുമായി പോയിട്ട് KE എന്ന സ്കൂളിൽ കോളേജിൽ അതിൽ മകനം കോളേജിൽ അവിടെ വിദ്യാർത്ഥിയായിട്ടല്ല ഞാൻ പോയത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നു. ഏറ്റവും കൈലാഷനായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കോവിഡ് ടൈമിൽ അഭിമാനത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും ഫുൾ സാലറി നമ്മൾ കൊടുത്തു. അതോടൊപ്പം എല്ലാ വിദ്യാർത്ഥികളുടെയും അഡ്മിഷൻ ഫീ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ലെറ്ററാണിത്, ആ കാലഘട്ടത്തിൽ എഴുതിയ ലെറ്ററാണിത്. അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരാൾ കുറിച്ചതാണ്. മുഹമ്മദ് KE കാർമൽ സ്കൂൾ മാതൃകയാവുന്നു. നമ്മുടെ നാട് വീണ്ടും കോവിഡ് ഭീതിയിലായിക്കഴിഞ്ഞു. സാമ്പത്തിക രംഗം വീണ്ടും തകർന്നടിയുന്നു. ഈ സന്ദർഭത്തിൽ മാതൃകാപരമായ ഒരു തീരുമാനമാണ് മുഹമ്മദ് KE കാർമൽ സ്കൂൾ അധികാരികൾ എടുത്തിരിക്കുന്നത്.